പ്രിയമുള്ളവരെ, ഇസ്രായേലിന്റെ ആക്രമണത്തെ തുടർന്ന് ഇറാന്റെ നാദാൻ ആണവ നിലയത്തിൽ ചോർച്ചയുണ്ടായിരിക്കുന്നു എന്ന വാർത്തയാണ് വളരെ ആശങ്കാജനകമായ അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട വാർത്ത. ഇറാൻ ആറ്റോമിക് എനർജി അസോസിയേഷൻ മേധാവി മുഹമ്മദ് ഇസ്ലാമി ഇത് സ്ഥിരീകരിക്കുന്നുണ്ട് എന്നത് ആ പ്രശ്നത്തിന്റെ ഗൗരവം എത്രത്തോളം ആഴമേറിയതാണെന്ന് വ്യക്തമാക്കുകയാണ്. ആണവ റിയാക്ടറിൽ അതിൻ്റെ പുറത്തേക്ക് ആണവ ചോർച്ച നടക്കുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അത് എത്രത്തോളം തീവ്രമാണ് എന്ന് വ്യക്തമാക്കിയാൽ മാത്രമേ ഇറാൻ എന്ന് പറയുന്ന രാജ്യം, വളരെ സാംസ്കാരിക സമ്പന്നമായ വളരെ വലിയ പൈതൃകമുള്ള രാജ്യം, എന്തുമാത്രം മാരകമായ രീതിയിൽ ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരൂ എന്ന് ലോകത്തിന് വ്യക്തമാകും. എന്തായാലും ഇപ്പോൾ ഇറാനിലെ നാദൻസിൽ ഇറാന്റെ ആണവ റിയാക്ടറിൽ ഇസ്രായേൽ ആക്രമണത്തെ തുടർന്ന് ചോർച്ച എന്ന വലിയ വാർത്തയാണ് അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത്. പ്രത്യേകിച്ചും ഈ അണുവികിരണം മണ്ണിലും ജലത്തിലും വായുവിലുമൊക്കെ കലർന്നാൽ തലമുറകളോളം ഒരുപക്ഷെ അതിൻ്റെ ദുരിതം ആ രാഷ്ട്രം താങ്ങേണ്ടി വരും എന്ന ഒരു വേദനാജനകമായ വാർത്തയാണ് മാധ്യമങ്ങൾ പങ്കുവയ്ക്കുന്നത്. ഹിരോഷിമയിലും നാഗസാക്കിയിലും ഒക്കെ ഉണ്ടായതുപോലെ വലിയൊരു വിപത്തുണ്ടാകാതിരിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഈ അവസരത്തിൽ എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു വാർത്ത കൂടി അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. ഈ പരോക്ഷമായ ഇസ്രായേലിനെ സഹായിക്കലുകൾ അമേരിക്ക തുടർന്നുവെങ്കിൽ ഇപ്പോൾ ഇറാന്റെ ഭാഗത്ത് നിന്ന് കൂടുതൽ ശക്തമായ തിരിച്ചടി, ഇറാന്റെ ആണവ നിലയങ്ങൾ ആക്രമിക്കുകയും ഒപ്പം ഇറാന്റെ പ്രമുഖരായ ആണവ ശാസ്ത്രകാരന്മാരെ വധിക്കുകയും ഹുസൈൻ സലാമി ഉൾപ്പെടുന്ന IRGC നേതാക്കന്മാരെ വധിക്കുകയും ഇറാന്റെ സംയുക്ത സേനാ മേധാവി മുഹമ്മദ് ബഗേരിയെ കൊല ചെയ്തതിനും തിരിച്ചടിയായി ഇസ്രായേലിന് നേരെ വലിയ ആക്രമണം ഉണ്ടാകുമെന്ന് സ്ഥിരീകരിക്കപ്പെടുകയാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അങ്ങനെയാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഇറാന്റെ ഭാഗത്ത് നിന്ന് വളരെ ശക്തമായ തിരിച്ചടി ഉണ്ടാകും. അതുമായി ബന്ധപ്പെട്ട് ഇറാന്റെ പരമ്പരാഗതമായ മോസ്കിൽ ഇറാന്റെ പ്രതികാരത്തിന്റെ സിംബലായ ചുവന്ന കൊടി ഉയർത്തിയിരിക്കുന്നു എന്ന വാർത്തയും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. അതിന്റെ വിശദമായ വാർത്ത നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിരുന്നതാണ്. നിങ്ങൾക്ക് ചാനൽ വിസിറ്റ് ചെയ്ത ആ വീഡിയോ കാണാവുന്നതാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അമേരിക്ക സൈന്യത്തെ അയക്കുന്നു, വാഷിംഗ്ടണിൽ നിന്ന് സൈന്യത്തെ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യാൻ അയക്കുന്നു എന്ന വാർത്ത പുറത്തു വരികയാണ്. അതായത് ഇറാന്റെ വളരെ തീവ്രമായ ഒരു തിരിച്ചടി ഉണ്ടാകും, അതിനെ പ്രതിരോധിക്കുവാൻ അമേരിക്കയും ഒപ്പം ഉണ്ടാകണമെന്ന ഇസ്രായേലിന്റെ അഭ്യർത്ഥന പ്രകാരമായിരിക്കാം ഒരുപക്ഷെ കൂടുതൽ സൈന്യത്തെ അയക്കുന്നത്. ഒപ്പം തന്നെ ആയുധങ്ങളും അയക്കുന്നു എന്ന വാർത്ത പുറത്തു വരികയാണ്. മറ്റൊരു കാര്യം കൂടി ഇസ്രായേൽ ചെയ്യുന്നുണ്ട്. അമേരിക്ക വളരെ വിദഗ്ധമായ യുദ്ധത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്ന ഇസ്രായേൽ ഹിസ്ബുള്ളയെ അവിടെ നിശബ്ദമാക്കുവാനുള്ള ശ്രമങ്ങളും തുടങ്ങിയിരിക്കുന്നു. കാരണം ഇറാൻ ആക്രമണം ഉണ്ടായാൽ ഒപ്പം തന്നെ ഹിസ്ബുള്ളയും ഹമാസും ഹൂതികളുമൊക്കെ ഇസ്രായേലിനെ ആക്രമിച്ചേക്കാവുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായേക്കാം. ഹിസ്ബുള്ള ഇപ്പോൾ കൂടുതൽ പ്രതിരോധത്തിലാണ്. കാരണം നമുക്ക് നേരത്തെ അറിയാവുന്ന പോലെ ഇസ്രായേൽ അവരുടെ നേതാക്കന്മാരുടെ ഒരു മുൻനിരയെ തന്നെ ഉന്മൂലനം ചെയ്തു കഴിഞ്ഞു. ഹസൻ നസറുള്ള ഉൾപ്പെടുന്ന എല്ലാവരെയും ഉന്മൂലനം ചെയ്തു കഴിഞ്ഞു. അവരുടെ ഡ്രോണുകളിലും വാക്കി ടോക്കികളിലും ഒക്കെ വളരെ തന്ത്രപൂർവ്വമായി കടന്നു കയറി അവരെയൊക്കെ നശിപ്പിക്കുന്ന ഒരു സംവിധാനം ഇസ്രായേൽ കണ്ടെത്തി. മാത്രമല്ല ഇപ്പോൾ ലെബനനിൽ സർക്കാർ ഹിസ്ബുള്ളയ്ക്ക് പഴയതുപോലെ അനുകൂലമല്ല. ഹിസ്ബുള്ളയ്ക്ക് അവിടെ സ്വാധീനമുണ്ട്. MPമാരും പ്രവിശ്യയിൽ ഒക്കെ ജനപ്രതിനിധികളും ഉണ്ട് എങ്കിൽ പോലും ഇപ്പോൾ ലെബനൻ കൂടുതൽ ഇസ്രായേൽ പക്ഷപാതപരമായ നിലപാടുകളിലേക്ക് വന്നിരിക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ചും ഹിസ്ബുള്ളയെ നിശബ്ദരാക്കുവാനുള്ള ശ്രമങ്ങൾ ഇസ്രായേൽ ലെബനൻ സർക്കാരിനെ സ്വാധീനിച്ചെടുക്കുന്നു എന്ന ഒരു വിവരം കൂടി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. അതായത് ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിൽ ഭാഗഭാക്കാകരുത് എന്ന് ഹിസ്ബുള്ളയോട് ശക്തമായ നിർദ്ദേശം, വാണിംഗ് ലെബനീസ് ഭരണാധികാരികൾ നൽകി എന്ന വാർത്താ മാധ്യമങ്ങൾ നിലനിൽക്കുകയാണ്. അങ്ങനെ ഉണ്ടായാൽ ലെബനനിൽ ഹിസ്ബുള്ളക്കെതിരെ ലെബനീസ് സർക്കാർ കടുത്ത നടപടിയെടുക്കുമെന്നൊരു വാർത്ത കൂടി മാധ്യമങ്ങൾ പുറത്തുവിടുകയാണ്. അങ്ങനെ ഓരോ ടാർജറ്റും മാർക്ക് ചെയ്ത് പോകുകയാണ് ഇസ്രായേൽ എന്നത് നമുക്ക് ഈ അവസരത്തിൽ ചേർത്ത് വയ്ക്കാം. ഓരോ ശത്രുവിനെയും മാർക്ക് ചെയ്ത് നിശബ്ദമാക്കി പോകുന്ന ഒരു സംവിധാനം ഇസ്രായേൽ വളരെ പ്രാവർത്തികമാക്കുന്നുണ്ട് എന്നൊരു നിഗമനത്തിൽ തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ എത്തുന്നത്. എന്തായാലും കൂടുതൽ വിവരങ്ങൾക്കായി കാത്തിരിക്കാം. തൽക്കാലം ഈ വീഡിയോയുമായി വിടവാങ്ങണം. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.